ഗൈസ്. പേഴ്സണാലിറ്റി. ഇന്നിപ്പോൾ 6-ാം തീയതി വെള്ളിയാഴ്ചയാണ്. നമ്മുടെ അടുത്ത എക്സാം എന്ന് പറയുന്നത് 9-ാം തീയതി, അതായത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച പേഴ്സണാലിറ്റി, പിന്നെ ബുധനാഴ്ച HRTM, സാറ്റർഡേ കൗൺസിലിംഗ്. ശനിയാഴ്ച എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലീവൊന്നും ഇല്ല കേട്ടോ, ആ ദിവസം എക്സാമാണ്. പിന്നെ ചൊവ്വാഴ്ച സൈക്കോളജി അറ്റ് വർക്ക്. ഈ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ സൈക്കോളജി എന്നാണ്, അറിയാത്തവർക്കായിട്ട്. പിന്നെ ഫോറൻസിക് ആൻഡ് ക്രിമിനൽ 20-ാം തീയതി. അതോടെ എക്സാം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഈ ഒരു 5 ദിവസമാണ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ HRTM ഒക്കെ പഠിക്കാനുള്ള ഗ്യാപ്പ്. ഞാനിങ്ങനെ ഒരു ഒക്കെ വെച്ച് എക്സാമിൻ്റെ ഈ കറക്റ്റ് പറയണ ഞാൻ എല്ലാം അയച്ചിട്ടുണ്ട്. ഇത്രയും PDF ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് അങ്ങനെ പ്രിന്റ് കിട്ടിയിരിക്കുകയാണ് സക്സസ്ഫുള്ളി. അൽഹംദുലില്ലാ ഹൈർ. അങ്ങനെ നമ്മൾ റീഡിംഗ് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പഠിത്തങ്ങൾ നടക്കട്ടെ. എക്സാമിൻ്റെ ഇടയിൽ, അതായത് എക്സാം പ്രിപ്പറേഷൻസിൻ്റെ ഇടയിലാണ് ഈ ഒരു ബ്ലാങ്കറ്റ് ചാലഞ്ച് വരുന്നത്. നമ്മൾ ഈ വിൻ്ററിൽ തണുത്ത് കുറച്ച് കിടക്കുന്ന മനുഷ്യന്മാർക്ക് ബ്ലാങ്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഇത് ഫാത്തിമ ചിരിക്കുന്നത് പോടാ. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമാണ് നമ്മൾ ഇറങ്ങുകയാണ്. 10 മണിക്കാണ് നമ്മൾ ഈ ഒരു ചാലഞ്ചിനായിട്ട് നമ്മൾ ജാമ്യത സ്റ്റുഡൻസ് എല്ലാവരും. അപ്പോൾ സമയം ഏകദേശം 12 മണിയാവാനായി. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് എക്സാം. 12 ഇൻ ദ സെൻസ് രാത്രി കേട്ടോ. അപ്പോൾ ഇതാണ് സിലബസ് എന്ന് പറയുന്നത്. സൈക്കോളജി ഓഫ് പേഴ്സണാലിറ്റി 4 യൂണിറ്റ് ഉണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിത്തം ഓൺ പ്രോഗ്രസ്. മാസ്ലോൻ്റെ തിയറിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സാം കഴിഞ്ഞ് ഓരോരുത്തർ ഇറങ്ങി വരുന്നുണ്ട്. ഒരു തേങ്ങ എക്സാം ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് മക്കളെ. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ശരിക്കും ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറായി പോയി. ഇത് ശരിക്കും ആൻസർ തന്നെ ഉണ്ട് ഇതിൽ. ഞാൻ ഈ ഐഡന്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതിയത് അത്രക്കുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇവിടെ മൊത്തം എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. താവിഷി, ഹൗ വാസ് എക്സാം? ഗുഡ്. അൻസിയ, എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? 2 വാക്കുകൾ. നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ. സ്റ്റാൻഡേർഡ് കുറച്ച് കൂടിപ്പോയി ഗൈസ്. I studied in the morning and it still went great. Tell something more about how was the question paper? Unexpected. Shocked. No, but Vikrant sir rocked. We are shocked. how was your? എങ്ങനെ ഉണ്ടായിരുന്നു ഫാത്തിമ എക്സാം? സൂപ്പർ സിമ്പിൾ. പക്ഷെ എല്ലാത്തിലും ക്രിട്ടിക്കലി വാല്യൂ നിർത്ത്. എല്ലാത്തിലും ക്രിട്ടിക്കലി വാല്യൂ ചോദിച്ചിക്കാ. എല്ലാത്തിലും സ്കിപ്പ് ചെയ്തു. എല്ലാത്തിലും ഉണ്ടാക്കിയത്. ഗൈസ്, ജുമാന വരുന്നുണ്ട്. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള സാധനം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ജുമാന എക്സാം? അങ്ങനെയല്ല, എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ ഒന്നും എഴുതാണ്ടില്ല. അങ്ങനെ പരിചയമുള്ള സാധനങ്ങളായിരുന്നു ഒക്കെ. അങ്ങനെ ഇവിടെ നമുക്ക് ചോദിക്കാം. ആയുഷ്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ആയുഷ്, എങ്ങനെ? റിയൽ ആയിട്ട് പറയൂ. ഷഹല പറയൂ. ഇന്നലെ എക്സാം കഴിഞ്ഞ പേഴ്സണാലിറ്റി. സോ പേഴ്സണാലിറ്റി എക്സാം ഈസ് ഓവർ. ഇനി അടുത്ത എക്സാം എന്ന് പറയുന്നത് നാളെ
ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ടാലൻറ്റ് മാനേജ്മെൻ്റ് ആണ് നാളത്തെ എക്സാം, ബുധനാഴ്ച. ജുമാൻ ഉണ്ടാക്കിയ ഫുഡാണ് ചോറ്. ഇതെന്താണ് ജുമാന? കറി പ്രത്യേകതരം ഇൻസ്റ്റാഗ്രാം റീൽസിൽ കണ്ടതാണ്. ഇത് മുട്ട പൊരിച്ചത്. നാളെ എക്സാം ആണ്, നമ്മൾ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം എക്സാം ടൈമില്. ഇത് സ്പെഷ്യൽ എൻട്രി നെല്ലിക്കച്ചാർ. ആരെ കൊണ്ടുവന്ന? ജുമാനെ നാട്ടിൽ കൊണ്ടുവന്നാണ്. നല്ല ഫുഡ് കഴിക്കണം എക്സാം ടൈമിൽ. എന്തൊക്കെ വന്നാലും ഫുഡ് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. എക്സാം വ്ലോഗിൽ ഞാൻ അതുകൊണ്ട് ഇതും കൂടി ഇൻക്ലൂഡ് ആക്കിയത്. ഇതാട്ടോ നമ്മുടെ ഫുഡ്. പിസ്സ പോലെ തോന്നും. കോഴിമുട്ട പൊരിച്ചത്. ഇത് എന്ത് കറിയാ ജുമ? ജുമന്റെ സ്പെഷ്യൽ കറിയാണ്. കറി എന്താന്ന് വെച്ചാൽ ഇൻസ്റ്റയിൽ നല്ല കണ്ടതാണ്. ഹന്ന ഈ പോയിലെ കഞ്ഞി കുടിച്ചിട്ട് മിസ്സായി ഫുഡ്. നല്ല വിശപ്പിട്ട് കഴിക്കട്ടെ. ഇപ്പം ഞാൻ ഹ്യൂമൻ റിസോഴ്സ് പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 4 മണീൻ്റെ അടുത്തായി. ഇതാണ് കേട്ടോ ഹ്യൂമൻ റിസോഴ്സിൻ്റെ, അതായത് സെമസ്റ്റർ 3 ഹ്യൂമൻ റിസോഴ്സിൻ്റെ സിലബസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാനിത് എപ്പോഴും ഇങ്ങനെ ഒരു റൈറ്റിംഗ് പാഡിൽ വെക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ഫുൾ കോൺസെപ്റ്റ് കിട്ടും, ഇത്ര പഠിക്കാനുണ്ട്, എത്ര പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് എൻ്റെ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത്. സ്റ്റഡി ഇങ്ങനെ എഴുതി വെക്കുക. ഒരു ടാർഗറ്റ് വെച്ചാൽ നമുക്ക് ആ ഒരു ഇൻകംപ്ലീറ്റ് ടാസ്ക്, യെസ്, സൈഗർണിക് ഇഫക്റ്റ് ആണ്. നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് അത് ടിക്ക് ഇടാനുള്ളൊരു ടെൻഡൻസി. ഇതാണ് എൻ്റെ ഒരു സ്റ്റഡി ടേബിൾ എന്ന് പറയുന്നത്. ജുമാനെ പോവാട്ടോ ക്യാമ്പസൊക്കെ പഠിക്കാൻ. യെസ്, ഇന്നത്തെ ഡിന്നർ ബിലാലത്തെ ഫുഡാണ്. പാർസൽ മേടിച്ചു. ഒരു ക്യാമ്പസ് വരുമ്പോൾ മേടിച്ചിട്ട് വന്നാണ്. ചിക്കൻ കുഴമ്പ് പോലെ എന്തോ ആണ് കേട്ടോ. അതും ചപ്പാത്തിയും ഗ്രീൻ ചട്നിയും. പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ടാലൻറ്റ് മാനേജ്മെൻറ്റ് ഓൺ പ്രോഗ്രസ് ആണ്. പഠിക്കണതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കട്ടെ, വിശക്കുന്നുണ്ട്. ഇപ്പോൾ സമയം നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. 11:15 പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. രാത്രി കേട്ടോ. എക്സാമിന് പോകാൻ റെഡിയായി, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 മണിക്കാണ് എക്സാം. ഇപ്പോൾ 12:30 ഫുഡ് കഴിച്ച് ഒന്നും കൂടി കുറച്ച് നോക്കിയിട്ട് ക്യാമ്പസിൽ പോകും. ഇനി ബാക്കി നമുക്ക് ക്യാമ്പസിൽ പോയിട്ട് കാണാം എങ്ങനെയൊക്കെ ആയിരിക്കും എക്സാം നടക്കുന്നത്. ജാമിയ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അങ്ങനെ കാണാം. ഇല്ല കേട്ടോ, ഹന്ന ഇന്നലെ റീഡിങ് റൂമിൽ പഠിക്കണേ. ഹന്നൊരു പഠിപ്പിസ്റ്റ് കേളാണ്. PK ഇങ്ങനെ തന്നെയായിരുന്നു അല്ലെ ഹന്ന? PK ഇങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയാണ് ജാമ്യ വരെ എത്തിയത്. മണിക്കൂർ മുന്നാണ് ഈ PDF നോക്കുന്നത്. ഇത് യൂണിറ്റ് 3 യൂണിറ്റ്. യൂണിറ്റ് 2 ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കണ്ടോ? ഫുൾ പഠിക്കുന്ന കുട്ടികളെ. ഇവിടെ ഒരാള് നോക്കട്ടെ. അയ്യോ അല്ല അതിനല്ല നോക്കട്ടെ. ഫുൾ റിവൈസ് ചെയ്തിട്ട് ഷോർട്ട് നോട്ട്സ് ആണ്. ഒരു മൈൻഡ് മാപ്പ് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതൊക്കെ ഷഹ്മനെ കൊണ്ടേ പറ്റുള്ളൂ. ഇല്ല കേട്ടോ, അങ്ങനെ ചെയ്യില്ലോ. വെറുതെ ഒരിക്കലും നടക്കൂല ജാമ്യ പോലുള്ള സ്ഥലത്ത്. ഇതാട്ടോ നമ്മുടെ സിലബസ്. ഞാൻ പോയിട്ട് വരാം. നമ്മളിപ്പോ ഹാജി സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഹന്ന ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഫുൾ ഒരു വിന്റർ കോസ്റ്റ്യൂമിലാണ്. ഇവിടെ ഇന്നലെ രാത്രി 9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കേട്ടോ. തണുപ്പിപ്പോൾ നല്ല തണുപ്പുണ്ട്. ഹന്നയൊക്കെ കണ്ടിട്ട് ഫുൾ കോട്ടിട്ടിട്ടാണ്, ഞാനും കോട്ടിട്ടിട്ടാണ്. നമ്മൾ നല്ല രീതിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ വ്ളോഗ് കാണുന്നവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ അതിൻ്റെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല നല്ല വിൻ്റർ ക്ലോത്ത്സ് ഇടണം. വിൻ്ററിൽ നമുക്കിനി റിക്ഷ കയറാം. 10 രൂപ കേട്ടോ ബാഹർ. നമ്മളിപ്പോൾ ക്യാമ്പസ് എത്തിയിരിക്കുകയാണ്. സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലല്ല ഇന്നത്തെ എക്സാം, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. കാരണം ഇത് CPCS എക്സാമാണ്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ കോഴ്സ് അല്ലാണ്ട് ചെയ്യുന്നത്. ഹന്ന സീരിയസ്ലി പഠിക്കുകയാണ്, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ എന്തോ പരിപാടി നടന്നത് തോന്നുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്ക്, അതായിരിക്കും നമ്മുടെ എക്സാം ഹാള്. ഫൈനലി അങ്ങനെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എക്സാം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഞാൻ പഠിച്ചതിനേക്കാളും നന്നായിട്ട് എഴുതാൻ പറ്റി. പഠിച്ചത് കുറച്ച് കുളമായിട്ടായിരുന്നു, പക്ഷെ ഞാൻ കുറേ ഉണ്ടാക്കി എഴുതി ഓൺ ദി സ്പോട്ടിൽ. കൈയൊക്കെ കണ്ടില്ലേ, കയ്യിലൊക്കെ ഫുൾ മഷി എഴുതിയിട്ട് കൈയൊക്കെ ചെറുതായിട്ട് വേനിക്കുണ്ട്. 10 മിനിറ്റ് മുമ്പ് തന്നെ ഇറങ്ങി വന്നു. അങ്ങനെയൊക്കെ ഇറങ്ങി വരാൻ കഴിയും. സോ ഇനി അടുത്ത എക്സാം എന്ന് പറയുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയാണ്. നമുക്ക് നോക്കാം. പഠിക്കണം, ഫസ്റ്റോടുന്ന് പഠിക്കണം. നോട്ട് ഉണ്ടാക്കണം തൊട്ട് ചെയ്യാണ്ട് കൗൺസിലിങ്. ഇനിയിപ്പോൾ
ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കൗൺസിലിംഗ് ഇന്ന് തന്നെ മെല്ലെ നോട്ട്സ് ഒക്കെ എഴുതാൻ തുടങ്ങുന്ന പ്ലാന്. ഖാലിബിനെ കാണിച്ചു തരാം. CBCS ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ടാലന്റ് മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് ജുമാനിന്റെ വായിക്കൂടെ വെള്ളം വരുന്നത് എന്ത് ചിക്കനാ ജുമാ? പറുദീസ. അന്നത് ഫുൾ ചിക്കനാണ്. ഇത് സീനാട്ടോ. ചിക്കൻ ചപ്പാത്തി. Let's see what happened. Okay, Hannah made mayonnaise. ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ചപ്പാത്തി ഈസ് ഫ്രം ബിസ്മില്ല ഹോട്ടൽ. ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതില് വീഡിയോയിലൊരു ഭംഗിയുള്ളത് ഇതെന്ത് സംഭവം എന്താണ്? നമ്മൾ അതിൽ നിന്ന് എടുത്ത് വെച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് വെച്ചത്. അതിലേക്ക് കുറച്ച് കറി വെക്കാം. നല്ല രസമുണ്ട്. രസമുണ്ടോ? ഒരു മിനിറ്റ്, ഈ കാലൊന്നും ഞാൻ നിർത്തി വെക്കണ്ട. കാലല്ല, കയ്യിൽ ഇല്ല, വീർന്നില്ല. ഇവിടെ സംഭവം കേട്ടോ. ഇത് പെരി പെരിന്റെ ടേസ്റ്റാ. എനിക്കിതിൽ എന്താണ്, എനിക്കിതിൽ എല്ല് വേണ്ട. ഇത് മണ്ടൻ. ഇത് ഫുള്ള് ബ്രസ്റ്റ് പീസാ. ഇതാണ് കേട്ടോ ശരിക്കുള്ള കോംബോ. ചപ്പാത്തി നമ്മൾ ബിസ്മില്ലേന്ന് മേടിച്ചാണ് ഇവിടെ ഉണ്ടാക്കിയതല്ല. ഇത് ജുമാന ഉണ്ടാക്കിയതാണ്. ഹന്ന സഹായിച്ച. നിന്റെ പേരെന്താ ഡിഷിന്റെ പേര്? ജുമാ പറുദീസ ചിക്കൻ. പറുദീസ ചിക്കൻ. ഇത് വന്നിട്ട് മയോണൈസ്. പിന്നെ ഇതില് പറുദീസയിൽ ഒഴിക്കാനുള്ള കൊത്തിട്ടുന്ന അങ്ങനെയാ. ജുമാനത് സീൻ സാധനം ട്ടോ. ജുമാൻ ഒരു കഴിവേറ് തന്നെ. ചപ്പാത്തിന്റെ ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്.